ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് മഞ്ജിമ വരുന്നുണ്ട്. അങ്ങനെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ മഞ്ജിമ വളരെയേറെ സന്തോഷത്തോടുകൂടി കൊഞ്ചിക്കാനെല്ലാം നോക്കുകയാണ്. മോളൂട്ടീനെ നോക്കാൻ ആരുമില്ലേ, മോളൂട്ടിയുടെ അമ്മ എവിടെ പോയി എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എനിക്ക് മോളൂട്ടീനോട് ഒരു പിണക്കവുമില്ലാട്ടോ എന്ന് പറയാണ് മഞ്ജിമ. നിന്റെ മനസ്സറിവില്ലാതെയല്ലേ ഈ നാടകമൊക്കെ നടക്കുന്നതെന്ന്. ആ സമയം മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മഞ്ജിമ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും കണ്ട് മീനാക്ഷിക്ക് വളരെയേറെ സന്തോഷമാവുകയാണ്. മഞ്ജിമ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതെല്ലാം മീനാക്ഷി മറഞ്ഞു നിന്ന് കാണുകയാണ്. ഇനി അമ്മ ഇട്ടേച്ച് പോയാൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. മോളൂട്ടിയായിട്ട് എനിക്കും ഒരു ബന്ധമൊക്കെ ഉണ്ട്. ചെറിയമ്മ, ചിറ്റമ്മ, ചിറ്റ എന്നൊക്കെ പറയും. ഇതെല്ലാം കാണുന്ന മീനാക്ഷിക്ക് വളരെ സന്തോഷമാണ്. മീനാക്ഷി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീടാണെങ്കിൽ പ്രസന്ന മഞ്ജിമയ്ക്ക് ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുകയാണ്. പ്രസന്ന പറയുന്നുണ്ട്, എടി ഞാൻ ഭക്ഷണം ഒന്ന് വിളമ്പി കഴിയട്ടെടി എന്ന് പറയുന്നു. അമ്മ വിളമ്പിക്കോളൂ, ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് മഞ്ജിമയും പറയാണ്. തേങ്ങ അരച്ച ചമ്മന്തിയുടെയും വെളിച്ചെണ്ണയിൽ കടുക് താച്ചിയ കറികളുടെയൊക്കെ മഹത്വം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അമ്മയെന്ന് മഞ്ജിമ പറയാണ്. ആ സമയം മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട്. അപ്പം മഞ്ജിമ പറയുന്നത്, ചേച്ചി ഇവിടെ ഇരിക്കുക. മഞ്ജിമയുടെ ഈ സ്വഭാവമാറ്റം കണ്ടിട്ട് പ്രസന്നയും മീനാക്ഷിയും കണ്ണും നോക്കുന്നുണ്ട്. ചേച്ചി ഭക്ഷണമൊന്നും നേരെ ചൊവ്വേ കഴിക്കുന്നില്ലേ, ക്ഷീണിച്ചു പോയല്ലോ എന്നെല്ലാം മഞ്ജിമ പറയുമ്പോൾ മീനാക്ഷി പറയുന്നത്, നീ കഴിക്കുന്നത് പോലെ ഞാൻ കഴിക്കുന്നില്ല. മഞ്ജിമ പറയുന്നത്, ഞാനിന്ന് മൊത്തം പട്ടിണിയായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ആർത്തി എന്ന് പറയാണ്. അതെ ചേച്ചി, കുഞ്ഞും ക്ഷീണിച്ചാണ്ടോ ഇരിക്കുന്നേ. ഇപ്പം എന്താ പുതിയ അപ്ഡേറ്റ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ? അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, അവർക്ക് കുഞ്ഞിനെ ഇന്ന് തന്നെ കാണണമെന്ന്. മഞ്ജിമ ചോദിക്കുന്നുണ്ട്, ആർക്ക്? അപ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ഉടമസ്ഥർക്ക്, അല്ലാണ്ട് പിന്നെ ആർക്കാ? മഞ്ജിമ ചോദിക്കുന്നുണ്ട്, ഈ മേനോൻ സാർ എന്താ പറയുന്നേ? മീനാക്ഷി പറയുന്നുണ്ട്, അദ്ദേഹമല്ലേ കുഞ്ഞിൻ്റെ അച്ഛൻ. സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ മഞ്ജിമ പറയുന്നുണ്ട്, അത് ന്യായമായുള്ള കാര്യമല്ലേ, അതിനെന്തിനാ അച്ഛൻ എതിർക്കുന്നത്? മേനോൻ സാർ ഇങ്ങോട്ട് വരില്ല, അതാണ് കണ്ടീഷൻ. പകരം പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുഞ്ഞുമായിട്ട് നമ്മൾ അവിടേക്ക് ചെല്ലണം. അത് വേണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ മഞ്ജിമ പറയുന്നുണ്ട്, അച്ഛൻ തൊട്ടതിനും പിടിച്ചതിനെല്ലാം എതിർപ്പായിട്ട് നിന്നാൽ എങ്ങനെയാ? ഒരു കുഞ്ഞിൻ്റെ മേൽ അമ്മയ്ക്കുള്ള അവകാശം തന്നെ അച്ഛനിക്കുമില്ലേ എന്ന് മഞ്ജിമ പറയാണ്. അപ്പോൾ മീനാക്ഷി പറയുന്നത്, നമ്മുടെ അച്ഛനിക്ക് ന്യായവും നീതിയിലും വേറൊരു രീതിയിലാണ് കേട്ടോ. എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ ചേച്ചിയുടെ കൂടെയാണ്. കുഞ്ഞിനെ കൊണ്ടുപോയി അവരൊന്ന് കാണിച്ചാൽ മാത്രം പോരെ? വേണമെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറയാണ് മഞ്ജിമ. ഇത് കേൾക്കുന്ന മീനാക്ഷിക്ക് വളരെയേറെ സന്തോഷമാവുകയാണ്. അതെ, വേണമെന്നെങ്കിലല്ല, നീയും എൻ്റെ കൂടെ വരണം, അതെനിക്കൊരു ധൈര്യമാണ്. അപ്പോൾ മഞ്ജിമ പറയുന്നുണ്ട്, അതിനെപ്പോൾ ചേച്ചിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല. മഞ്ജിമ പറയുന്നുണ്ട്, അന്ന് ഞാൻ വേഗം പോയി റെഡിയാവാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാണ് ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന്. അപ്പം പ്രസന്നയും മീനാക്ഷിയും കൂടെ സംസാരിക്കുകയാണ്. പ്രസന്ന പറയുന്നുണ്ട്, എടി ഇവളാകെ മാറിപ്പോയല്ലോടി. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.